ആദ്യ ഈ സമയത്ത് ഇങ്ങനെയൊക്കെ ജോലി ചെയ്യണോ? അളിയ, ഞാനെന്നാ പുറപ്പെടുക. എന്തൊരു അത്ഭുതല്ലേ, നിങ്ങൾ ഇത്ര അധികം അടുത്തായിരുന്നിട്ട് പോലും ഇന്നലെയാണ് കണ്ടുമുട്ടാൻ ഒരു അവസരം കിട്ടിയത്. എല്ലാം അങ്ങനെ സംഭവിച്ചു പോയി അളിയ. എന്തായാലും നിങ്ങളെ കണ്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഫ്രീ ആവുമ്പോഴൊക്കെ നിങ്ങൾക്ക് ഇങ്ങോട്ടൊക്കെ വരാം. വീണ്ടും ഞാൻ ഇങ്ങോട്ട് വരുന്ന കാര്യം അത് നടക്കില്ല. അത് നടക്കാത്തൊരു സ്വപ്നമാണ് അളിയ. എന്തിനാ ഇപ്പൊ അങ്ങനെയൊക്കെ പറയുന്നേ? എല്ലാ കാര്യങ്ങളും ശരിയായിക്കൊള്ളുന്നേ. എനിക്കും എല്ലാം ശരിയാകണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്. അതുപോട്ടെ, ഇപ്പൊ എന്തിനാ ഈ കാര്യം? നമ്മൾ ദൂരെയാണെങ്കിലും കോണ്ടാക്റ്റിൽ ഇരുന്നാൽ മതിയല്ലോ. അടുത്ത പ്രാവശ്യം നിങ്ങൾ മഞ്ജുവങ്ങളുടെ വീട്ടിൽ വരുമ്പോൾ നമുക്ക് കാണാം. അതെ, തീർച്ചയായും കാണാം. പക്ഷെ ഞാൻ അവിടെയാണുള്ളതെന്നുള്ള കാര്യം നിങ്ങളുടെ മനസ്സിലിരുന്നാൽ മതി. ഓർക്കാതെ പോലും അത് ഡിസ്കസ് ചെയ്യേണ്ട. അങ്ങനെ ഉണ്ടായാൽ എന്നേക്കാളും മഞ്ജുവങ്ങളുടെ വീട്ടുകാർക്ക് ആ പ്രശ്നം ഉണ്ടാകുന്നത്. വൈ നോട്ട്? ഷുവർ. ധ്രുവ, നീ ഇപ്പോഴാണല്ലോ വന്നത് തന്നെ, അപ്പോഴത്തേക്ക് നീ പോകുന്ന കാര്യമാണല്ലോ പറയുന്നേ. ഇപ്പോ ഞാൻ ഇവിടുന്ന് പോയില്ലെങ്കിൽ ഇനി പുറത്തു വെച്ച് നിങ്ങളെ കാണുന്ന കാര്യം പോലും നടന്നില്ലെന്ന് വരും. എന്നാലും എനിക്ക് നിന്നെ പറഞ്ഞയക്കാൻ തീരെ മനസ്സ് വരുന്നില്ലടാ. നോക്കാതിയ, നീ എന്നെ പറ്റി ചിന്തിക്കണ്ട. ഞാനിപ്പോ സേഫായിട്ടാ ഉള്ളത്. പക്ഷെ നീ എന്നെ കാണില്ല, സംസാരിക്കില്ല എന്നൊക്കെ ചേട്ടന് പ്രോമിസ് ചെയ്തിട്ടില്ലേ? അത് മെയിൻറ്റെയിൻ ചെയ്യും. ബൈ. പാചകം വെച്ചാൽ ഇങ്ങനെ വേണം ചെയ്യാൻ. നല്ല രുചിയുണ്ടായിരുന്നു, സൂപ്പർ. ഒരു കാര്യം ചെയ്യാം, അത് ഉണ്ടാക്കിയ ആളോട് പറ. അല്ല, നീ എപ്പോഴാ അടുക്കളയിൽ വന്ന് ഞാൻ ഉണ്ടാക്കിയ സാമ്പാർ മാറ്റിക്കൊണ്ടുപോയത്? അതെയാ, ഇനൊന്ന് ഹെൽപ്പ് ചെയ്യും മോളെ. നീ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. ഇന്ന് നിങ്ങളുടെ ബർത്ത്ഡേ അല്ലായിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യൂ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഇന്നെന്തായാലും നിങ്ങൾ തോക്കാൻ പാടില്ല. ഇപ്പോഴല്ലേ വീഡിയോ കോൾ ചെയ്തത്, പിന്നെ എന്തിനാ ആദ്യം വിളിക്കുന്നേ? വീഡിയോ കോൾ എന്തിനാ ചെയ്യുന്നേ? ഹലോ ആദ്യ, എന്തിനാ വീഡിയോ കോൾ കട്ട് ചെയ്യുന്നേ? ചേട്ടാ, അത് അളിയ, ചേട്ടാ, എവിടെയാ ഉള്ളത്? നെറ്റ്വർക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. പുറപ്പെട്ടോ? I have to leave. വേദ, ആദ്യം ഇത്ര ഹാപ്പി ആയിട്ട് ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. ചേട്ടൻ വന്നു എന്നാ തോന്നേ. ഞാൻ ഇനി എന്ത് ചെയ്യും?
ആദ്യ 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 ആ ചേട്ടാ. അവനെവിടെ ഉള്ളത്? ആരാ ചേട്ടാ? അവന്റെ പേര് പോലെ എനിക്ക് ഇഷ്ടമല്ല. ഞാൻ വീട്ടിലില്ലാത്തപ്പോ അവനെ വിളിച്ച് സൽക്കരിച്ചിരിക്കുന്നു. ഇവിടെ ആരും വന്നില്ല വേദാന്ത്. അത് നിങ്ങൾ പറയുന്ന കള്ളം. പക്ഷെ അവന്റെ വോയിസ് എനിക്ക് നന്നായിട്ട് അറിയാം. ആദ്യ കോൾ ചെയ്തപ്പോ അത് ഞാൻ ശരിക്കും കേട്ടതായിരുന്നു. ആദ്യ അവൻ എവിടെയാന്ന് വേഗം പറ. ചേട്ടാ പ്ലീസ്, ആദ്യക്ക് സ്ട്രെസ് കൊടുക്കണ്ട. നീ എന്തെങ്കിലും തെറ്റായി കേട്ടതായിരിക്കും. നാളെ ചെറിയമ്മയുടെ വീട്ടിലേക്ക് പോണം. നീ എത്ര ലക്കിയാണെന്നറിയോ? നീ വരുന്നുണ്ടെന്ന് അറിഞ്ഞത് മുതൽ ഒരു വലിയ ഉത്സവം തന്നെയാ അവിടെ. എല്ലാരും നിനക്ക് വേണ്ടി എത്ര വെയിറ്റ് ചെയ്യുന്നുണ്ടെന്നറിയോ? സിദ്ധാർത്ഥ്, നിനക്കൊരു നാണമില്ല ആദ്യ. അളീനെ ഡാഡിന്ന് കുളിക്കുന്നു. ഞാൻ ഈ കാണുന്ന സത്യമാണോ? ഞാനും അതാ ചോദിച്ച കളിയാ, അളീനെ എന്തിനാ ഡാഡിന്ന് വിളിക്കുന്നേ? ഞാൻ ഡാഡി ആവാൻ പോവാണ്. എടാ പൊട്ടാ, നമ്മൾ രണ്ടാളും മാമന്മാരാവാൻ പോവാ. Are you serious? Yeah, I'm so happy for you. അയ്യോ, നീ എന്ത് കണ്ടിട്ടാ ഈ പൊട്ടനെ കല്യാണം കഴിച്ചത്? ഡാ, ഈ സമയത്ത് അവളെ ഇങ്ങനെ എടുത്തു വെക്കാൻ പാടില്ല. നമ്മളിപ്പോ അവളെ എത്ര നന്നായിട്ട് നോക്കിയാലും അത് മതിയാവില്ല. സോറി എക്സൈറ്റ്മെന്റ് കാരണം ഞാൻ അറിഞ്ഞില്ല. ആദ്യ ഐ എം സോ ഹാപ്പി ഫോർ യു. ആദ്യ, യു ജസ്റ്റ് മെയ്ഡ് മൈ ഡേ. എനിക്കിന്ന് ഒരുപാട് സന്തോഷമായി മോളെ. നീ എനിക്ക് തരാവുന്ന ഏറ്റവും വലിയ സമ്മാനമാണിത്. കുറച്ചൊക്കെ അളിയനും കൊടുക്കാൻ കേട്ടോ. പുള്ളി ഇതിനകത്ത് പാർട്ട്ണർ അല്ലേ? കൺഗ്രാറ്റ്സ് സിദ്ധാർത്ഥ്. താങ്ക് യു വേദാന്ത്. സിദ്ധാർത്ഥ്, ഞാൻ ഇപ്പൊ തന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം. ഇനി മുതൽ നിങ്ങളും ആദ്യവും ഈ വീട്ടിൽ നിന്ന് ആ വീട്ടിലേക്ക് അവിടുന്ന് ഇങ്ങോട്ടെന്നൊന്നും പറയാൻ നിൽക്കണ്ട.
എല്ലാരും ഇനി ഇവിടെ. യെസ് യെസ്, ചേട്ടൻ പറഞ്ഞാ പിന്നെ ഇവിടെ തന്നെ ഇരിക്കണം. ആ കാര്യത്തിൽ ഒരു അപ്പീലും ഇല്ല. ഇനി മുതൽ ഏട്ടത്തിക്ക് വാവ ജനിക്കുന്നത് വരെ ഏട്ടത്തിയെ നോക്കേണ്ട ചുമതല എനിക്കാ. കേട്ടല്ലോളിയാ, എന്റെ മേഡം കൂടെ ഓർഡർ ഇട്ടിരിക്കുക. സോ നിങ്ങൾ രണ്ടുപേരും ഇവിടെ തന്നെ അങ്ങ് ഫിക്സ് ആയിക്കോ. ഞങ്ങൾ തൽക്കാലം ഹണിമൂണ് പോകുന്നില്ല. എന്റെ തീരുമാനം ഓക്കെ അല്ലേ? എന്തുപറ്റി? നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. സന്തോഷായിടാ. സന്തോഷത്തോടെ ആണെങ്കിലും വയറ്റില് കുട്ടിയുള്ളപ്പോ കണ്ണുനീര് വരാനേ പാടില്ല. കുടുംബം എന്ന് പറയുന്നതേ ഇങ്ങനെയാണ്. പരസ്പരം തുണയായി നിന്ന് ഒരാളുടെ സന്തോഷത്തിൽ എല്ലാവരും സന്തോഷിക്കുകയാണ്. ഓൾഡ് വുമൺ, നിങ്ങളുടെ ലെക്ചർ കൂടി വരുന്നുണ്ട്. അളിയ വന്നേ. എങ്ങനെയുണ്ട് എന്റെ അളിയൻ? ചേട്ടാ, വേദാന്ത് ചേട്ടൻ എങ്ങനെയുണ്ട്? ഈസ് ഹി ഫൈൻ? നീ എന്തെങ്കിലും ചോദിക്കുന്ന ആദ്യ? അവനെന്തു പറ്റാനാ? അല്ല, അത് ധ്രുവ. അന്ന് വെറുതെ ഇരിക്കുക ആദ്യ. ആ വിഷയത്തെ കുറിച്ച് ഇൻഡയറക്റ്റ് ആയിട്ട് പോലും പറയാൻ പാടില്ല. ഞാൻ ഇപ്പോഴും അവനടുത്ത് സംസാരിച്ചിട്ട് വന്നു. അവനെന്താ പറഞ്ഞത്? അവൻ അതിനെക്കുറിച്ച് എന്റെ അടുത്ത് കുത്തി ചോദിച്ചായിരുന്നു. പക്ഷെ സംഭവം ഞാനത് മാനേജ് ചെയ്തു. ഇപ്പൊ കുറച്ച് റിലാക്സ് ആയി. ആദ്യ, എന്തു പറ്റി? ഇപ്പൊ രണ്ടാളും ഷോക്ക് അടിച്ച പോലെ നിൽക്കുന്നത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നോ? ഒന്നുമില്ലല്ലോ. ഇത് കള്ളമാണ്, ഉറപ്പായിട്ടും ഉണ്ട്. ഇപ്പോഴല്ല ചേട്ടനെ കൺവിൻസ് ചെയ്തേ. ചേട്ടനത് മനസ്സിലാക്കാൻ ആദ്യം സമയമെടുത്തില്ല. നിങ്ങൾ ചെയ്ത തെറ്റ് സമ്മതിക്കാൻ തയ്യാറല്ല അല്ലേ? ആദ്യം നീ അവനെ നോക്കി പേടിപ്പിക്കണ്ട. ഇത് അവന്റെ പ്രോബ്ലം അല്ല, നിന്റെയാ. എന്റെയോ? അമ്മ താഴെ പാല് കാച്ചി വെച്ചിരുന്നു, നീ കുടിക്കില്ല എന്ന് പറഞ്ഞത്ര. എന്തിനാ പിടിവാശി മോളെ? ഈ സമയത്ത് ഞാൻ പറഞ്ഞ കേട്ടാ മതി. നീ ഇപ്പൊ ഒരാളല്ലാന്ന് അറിയാലോ നിനക്ക്. ഇത് കുടിക്കേ. ഇത്ര പെട്ടെന്ന് കുടിച്ചോ? എനിക്ക് പാലെന്ന് വെച്ചാ ഭയങ്കര ഇഷ്ടല്ലേ, അതുകൊണ്ട്. എനിക്കറിയില്ലായിരുന്നു. ശരി ശരി, നീ ഇപ്പൊ കിടന്നുറങ്ങിക്കോ. നാളെ അമ്മയുടെ വീട്ടിൽ പോകാനുള്ളതല്ലേ? നേരത്തെ എഴുന്നേക്കാനുള്ളതാ. കിടന്നോ ചേട്ടാ, വാ പോവാം. അപ്പൊ ഒന്നുകൂടെ എനിക്ക് കൺഗ്രാസ്. അഞ്ജു, നീ എന്തേ ചെയ്യുന്നേ?
കിടക്കുന്നേ? എനിക്ക് കുറെ പഠിക്കാനുണ്ട് ചേച്ചി. നാളെ വേഗം എണീക്കണം. അതുകൊണ്ട് ഞാൻ ഇവിടെ കിടന്നോളാം. നിങ്ങൾ ഇവിടെ കിടന്നോ പ്ലീസ്. അപ്പൊ നമ്മള് 4 പേരില്ലായിരുന്നോ? 2 പേരും കൂടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പാടായിരുന്നുണ്ടല്ലേ നമ്മൾ താഴെ മുകളിലും കിടന്നത്. ഇപ്പൊ ഒരാളെ അഡ്ജസ്റ്റ് ചെയ്താ പോരെ? നമുക്ക് ഒരുമിച്ച് അവിടെ കിടക്കാമല്ലോ. നീ വേണമെങ്കിൽ അവളുടെ കൂടെ താഴെ കിടന്നു. ഞാൻ എന്തായാലും ഒറ്റയ്ക്ക് കട്ടിലേ കിടക്കും. എടി കുമ്പളങ്ങേ, നീ എന്താ ഇപ്പൊ ദേവലോകത്തിൽ നിന്ന് ഇറങ്ങി വന്നതാണോ? നമ്മൾ 3 പേരും ഇനി ഒരുമിച്ചേ കിടക്കുന്നുള്ളൂ, അത്ര തന്നെ. നീയാണ് ചേച്ചി കറക്റ്റ് ആയി പറഞ്ഞത്. ഈ കുമ്പളങ്ങയെ നമുക്ക് നടുക്കെടുത്താം. അമൂല്യ ഒന്ന് കോൾ ചെയ്താലോ? വേണ്ട വേണ്ട, നാളേക്കുള്ള പ്രിപ്പറേഷൻസ് ചെയ്യായിരിക്കും. അപ്പൊ മെസ്സേജ് ഇട്ടാലോ? ഞാൻ എന്റെ കറിവേപ്പിലാണോ നടുക്ക് പിടിച്ച് കിടത്താൻ? ഞാൻ മുകളിലേ കിടക്കും. മുകളിൽ കിടക്കോ ചേച്ചി? നിന്നോട് എന്താ പറഞ്ഞാ മനസ്സിലാവില്ലേ? നീ അടിച്ചാൽ ഞാൻ ജീവനോടെ ഇരിക്കുവോ? അപ്പൊ ചേച്ചിക്ക് മാത്രം വീഴാം, ഞാൻ മാത്രം വീഴാൻ പാടില്ലേ? നീ അവള് ഒന്നാണോ? നീ നമ്മുടെ അമ്മയുടെ അനിയത്തെ പോലെ ഇരിക്കുന്നത്. ചുമ്മാതിരിക്കുന്നതാ നല്ലത്, ഇല്ലെങ്കിൽ എനിക്ക് പ്രാന്താവും. എടി കൊരങ്ങേ, കിടക്ക്. കണ്ണടക്കിളി. എന്ത് മാമിയോ? ഇവൻ കൺഗ്രാറ്റ്സ് മാമി എന്നാണല്ലോ അയച്ചേക്കുന്നേ. അത് എനിക്ക് അത് കൊള്ളാലോ. പാതി രാത്രിയായിട്ട് നിനക്ക് ഉറക്കമൊന്നുമില്ലേ വേദാന്ത്? അവളെ ആലോചിച്ചോണ്ടിരിക്കുകയാണോ?
ആദ്യം ഇപ്പൊ വീട്ടിലുള്ളതല്ലേ. അവളെങ്ങാനും ഇത് കണ്ടു കഴിഞ്ഞാ ഇത് വേഗം എടുത്ത് അലമാറയിൽ വെച്ച് പൂട്ടണം. നീ എന്റെ അടുത്തുനിന്ന് രക്ഷപ്പെട്ട് ഓടുകയാണല്ലേ? നീ എന്തിനാ എന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നേ? ഇത്രയും ദിവസമായിട്ടും നിന്നെ കോളേജിലും കണ്ടില്ല. എടോ, എന്തിനാ എന്റെ തല തിന്നുന്നേ? തന്റെ അടുത്ത് സംസാരിക്കാൻ എനിക്ക് ഒരു താല്പര്യവും ഇല്ല. താൻ ആരാന്ന് എനിക്ക് അറിയില്ല. തന്റെ മുഖം പോലും ഞാൻ കണ്ടിട്ടില്ല. വെറുതെ എന്നെ ശല്യപ്പെടുത്താൻ ഒന്ന് ഫോൺ വെച്ചേ. ഏയ് കോള് കട്ട് ചെയ്യരുത്, കോള് കട്ട് ചെയ്യരുതെന്നാ പറഞ്ഞേ. നോക്ക്, കോള് ചെയ്തത് ഞാനാ, കട്ട് ചെയ്യുന്നത് ഞാൻ തന്നെയായിരിക്കും. കട്ട് ചെയ്താ നീ വിവരം അറിയും. എനിക്കൊരു കാര്യം ചോദിക്കണമായിരുന്നു. ചോദിക്ക്. ഇന്ന് ഞങ്ങളുടെ ചേട്ടത്തെ പ്രഗ്നന്റ് ആയ കാര്യം അറിഞ്ഞപ്പോ നിങ്ങൾ എന്തിനാ ഇമോഷണൽ ആയത്? ഫോണിൽ നിങ്ങൾ ആരോടാ സംസാരിച്ചോണ്ടിരുന്നത്? അതെന്തിനാ അറിയുന്നത്? അങ്ങനെയാണെങ്കിൽ എന്റെ കാര്യം അറിഞ്ഞിട്ടെന്തിനാ? ബുക്കിന്റെ കവർ വേറെ, അതിന്റെ അകത്തുള്ള മാറ്ററും വേറെ. ഇതൊന്നും മനസ്സിലാക്കാൻ പറ്റാത്ത കൊച്ചു കുട്ടിയൊന്നുമല്ലോ. കോട്ടുപോത്ത്. ഏട്ടാ ജ്യൂസ് കുടിക്ക. ഹരിതി, എന്താ ഇത്? അതെ ഏട്ടാ, എപ്പോഴും കുടിക്കുന്ന പോലെ ഇതിനകത്ത് ഒട്ടും ഷുഗർ ഇട്ടിട്ടില്ല കേട്ടോ. താങ്ക് യു. ഞാനിത് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാ കുടിക്കുന്നതെന്ന് ആരാ നിന്നോട് പറഞ്ഞേ? എനിക്ക് മനസ്സിലായി ഏട്ടാ. താങ്ക്സ് ആരതി. ജ്യൂസ് അടിപൊളിയായിട്ടുണ്ട്. താങ്ക്സ്. ഏട്ടാ, ഗീസർ ഓൺ ചെയ്യാൻ പോവല്ലേ? അതെ മോളെ. ഏട്ടൻ ജിമ്മിന്ന് വന്നതിന് ശേഷം ജ്യൂസ് കുടിച്ച് കുളിക്കാൻ പോകുന്ന എനിക്ക് അറിയായിരുന്നു. അതുകൊണ്ട് ഓൺ ചെയ്തിട്ടിട്ടുണ്ട്. ശരി, എനിക്ക് വേണ്ടി ഇനി വേറെ എന്തൊക്കെയാ ചെയ്തെന്നും കൂടെ പറ. വേറെ ഒന്നുമില്ല ഏട്ടാ. ഏട്ടൻ കുളിച്ചിട്ട് വന്ന് ഭക്ഷണം കഴിച്ചാൽ മാത്രം മതി. ഓക്കെ, ഡൺ. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താ? അരിറൊട്ടിയാണ് ഏട്ടാ. വാവ്, അതെനിക്ക് ഇഷ്ടമാണെന്ന് ആരാ പറഞ്ഞേ? ഇതാരാ മോളെ പറഞ്ഞത്? വേറെ ആരാ? നമ്മുടെ അമ്മ തന്നെ.